ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിലെ രണ്ടാമത്തെ മെത്തേഡായ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി 4 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് പഠിക്കുന്ന ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡാണ്. എന്താണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് നോക്കാം. വെൻ ദ ഡിവിഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു grow at a constant rate and a dividend payout ratio is constant, this method may be used to compute the cost of equity capital. Under this method, the cost of equity capital is based on the present rate of dividend and expected growth rate of dividend. ഇവിടെ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എല്ലാ വർഷവും കിട്ടുന്ന ഡിവിഡൻറ്റിൻ്റെ കൂടെ തന്നെ ഫ്യൂച്ചറിൽ ഡിവിഡൻറ്റിൽ കുറച്ചും കൂടെ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബിസിനസ് ഫേമിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവർ ബിസിനസ് ഫേമിൽ നിന്ന് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പെക്റ്റേഷന് പുറമെ എന്ന് വെച്ചാൽ ഈ വർഷം ഇത്ര റിട്ടേൺ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ റിട്ടേൺ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിനാണ് നമ്മൾ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എവിടെയാണ്? അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, അണ്ടർ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ബേസ്ഡ് ഓൺ ദ പ്രസൻറ്റ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. കെ ഇ ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 100 പ്ലസ് G. D1 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 100 പ്ലസ് G. D1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. D1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. എല്ലാ വർഷത്തിൻ്റെ അവസാനം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻറ്റിന് പറയുന്നതാണ് ഇത് D1 എന്ന് പറയുന്നത്. ഈ D1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്: D0 ഇൻറ്റു 1 പ്ലസ് G. D1 ഈസ് ഈക്വൽ ടു D0 ഇൻറ്റു 1 പ്ലസ് G. D0 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ഡിവിഡൻ്റ് ആണ്. G ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്. അപ്പോൾ ഇവിടെയുള്ളത് D1 ആണ്. ഇപ്പോൾ D1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എന്ന് വെച്ചാൽ എല്ലാ വർഷത്തിനും അവസാനം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻറ്റ് എന്ന് പറയുന്നതാണ് D1. ഈ D1 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഇതാണ്: D0 ഇൻറ്റു 1 പ്ലസ് G. D0 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ഡിവിഡൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് par. The flotation costs are expected to be 5% of the share price. The company pays a dividend of ₹10 per share initially and the growth in dividend is expected to be 5%. Compute the cost of new equity share. If the current market price of an equity share is ₹150, calculate cost of existing equity share capital. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ 2 കേസായിട്ടാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പം എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയുള്ള ഇൻഫോർമേഷൻ ഇതാണ് തന്നിരിക്കുന്നത്. എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ, കമ്പനി 1000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിന് 100 രൂപയാണ്. പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ പ്രൈസിൻ്റെ 5% ആണ്. കമ്പനി പേയ്സ് ഡിവിഡൻഡ് അല്ലേ, കമ്പനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്ന 10 രൂപ വെച്ചാണ്. ഇനീഷ്യലി എന്ന് വെച്ചാൽ ആരംഭം മുതൽ എല്ലാ വർഷവും 10 രൂപ വെച്ചാണ് കമ്പനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 5% ആണ്. ഇവിടെ പറയുന്ന കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി. അപ്പോൾ നമ്മൾ ഈ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ന്യൂ ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ന്യൂ ഇക്വിറ്റി ഷെയർസിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണെങ്കിൽ അവിടെ NB ആണ് വരുന്നത് അല്ലേ, NB. കാരണം അത് മാർക്കറ്റിലൊന്നും നമ്മൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നേ ഉള്ളൂ. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തതായതുകൊണ്ട് അതിന് മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവുകയല്ല. അപ്പോൾ നമ്മളത് NB ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? KE അല്ലേ, ഇക്വേഷൻ ഇതാണ്.
കെ ഇ ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു 100+G ആണ്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റനിൽ D1 ഡിവൈഡ് ബൈ എൻ ബി അല്ലേ, D1 ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു 100+G എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം D1 ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു 100+G എന്ന് പറയുന്നത്, ഈ ഡി എന്ന് പറയുന്നത് ഈ വർഷത്തെ ഈ വർഷത്തെ ഡിവിഡൻ്റ് ആണോ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻ്റ് ആണോ നോക്കുക. നമുക്ക് ഈ വർഷത്തെ ഡിവിഡൻ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതാണ് ഡി അല്ലെങ്കിൽ D1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഡിവിഡൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ വർഷത്തെ ഡിവിഡൻ്റാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ D1 എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് D1 എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പം ഡി എന്ന് പറഞ്ഞ് എഴുതിയതേ ഉള്ളൂ. ഡി എന്ന് പറയുന്നത് D1 എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഈ വർഷത്തെ ഡിവിഡൻ്റ് ആണ് അല്ലേ. പിന്നെ ക്വസ്റ്റനിൽ പ്രീവിയസ് ഇയർ ഡിവിഡൻ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റനിൽ പറയുകയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ഡിവിഡൻ്റ് ആയിരിക്കും D0. ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഡിവിഡൻ്റ് പ്രീവിയസ് ഇയറോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഡിവിഡൻ്റ് എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നിരിക്കുന്ന ഡിവിഡൻ്റ് പ്രീവിയസ് ഇയർ ഡിവിഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ D1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ വെച്ച് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ അവിടെ അന്നേരം നമ്മൾ D1 ഈസ് ഈക്വൽ ടു D0 ഇൻറ്റു 1+G എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് D1 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ കറണ്ട് ഇയറിലെ അല്ലെങ്കിൽ ഈ വർഷത്തെ ഡിവിഡൻ്റ് ആണ് തന്നെങ്കിൽ അത് D1 ആണ്. അത് വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഈ വർഷത്തെ ഡിവിഡൻറ്റിൻ്റെ കാര്യം എന്തെങ്കിലും ആണ് പറയുന്നതെങ്കിൽ ഇക്വേഷനിൽ നമ്മൾ D ഡിവൈഡഡ് ബൈ എം ബി ഓർ എൻ ബി ഇൻറ്റു 100+G എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇനി പ്രീവിയസ് ഇയറിൻ്റെ കാര്യമോ ലാസ്റ്റ് ഇയറിൻ്റെ കാര്യമോ വല്ലതും പറയുകയാണെങ്കിൽ, ഡിവിഡൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ D1 ഡിവൈഡഡ് ബൈ എം ബി ഓർ എൻ ബി ഇൻറ്റു 100+G എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ D1 എന്നുള്ളത് നമുക്കറിയത്തില്ല, തന്നിരിക്കുന്ന D0 ആണ്. D0 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, D1 കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം D1 ഈസ് ഈക്വൽ ടു T0 ഇൻറ്റു 1+G എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ പ്രീവിയസ് ഇയർ ഡിവിഡൻ്റ് ഒന്നും പറയുന്നില്ലാത്തതുകൊണ്ട് ഇക്വേഷൻ നമുക്ക് ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. D ഡിവൈഡഡ് ബൈ എൻ ബി ഇൻറ്റു 100+G എന്ന് എഴുതിയാൽ മതി. അപ്പം ഇവിടുത്തെ D എന്ന് പറയുന്നതും D1 എന്ന് പറയുന്നത് എല്ലാം സെയിം ആണ്. നമുക്ക് തന്നിരിക്കുന്ന D എന്ന് പറയുന്നത് സെയിം ആണെന്ന് വെച്ചാൽ നമുക്ക് ഈ കറണ്ട് ഇയറിലെയാണ് തന്നിരിക്കുന്നത്, ഈ വർഷത്തെ ഡിവിഡൻ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ ആണെങ്കിൽ മാത്രം നമുക്ക് കറണ്ട് ഇയറിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ ഇക്വേഷൻ, അത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ D ഈസ് ഈക്വൽ ടു 10. ദെൻ അടുത്ത് എൻ ബി എന്ന് പറയുന്നത് എന്താ, ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് ആണ് അല്ലേ. നെറ്റ് പ്രൊസീഡ്സ് ഇവിടെ പറയുന്നുണ്ട് കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപയ്ക്കാണ്, ഒരു ഷെയറിന് 100 രൂപയ്ക്കാണ്. പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പം ഒരു ഷെയറിന് 100 രൂപ വെച്ചാണ് ഇഷ്യൂ ചെയ്യുന്നത്, പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 100 രൂപ തന്നെ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റായി 5% കുറയ്ക്കണം. അപ്പം 100ൽ നിന്ന് 5% നമ്മൾ കുറയ്ക്കണം. നമുക്ക് എൻ ബി ഈസ് ഈക്വൽ ടു 100 മൈനസ് 5%, 100 മൈനസ് 5%, ദാറ്റ് ഈസ് 95. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ദെൻ എങ്ങനെ വരും, ഓക്കെ, D ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 95 ഇൻറ്റു 100+G. ഇപ്പോൾ ഇത് ഇക്വേഷനിലേക്ക്. ഇപ്പോൾ ഇവിടെ നോക്കുക, G എന്ന് പറയുന്ന 5 ആണ്. നമ്മൾ സാധാരണ G എന്ന് പറയുന്ന 5% എന്ന് പറഞ്ഞല്ലേ എഴുതുന്നത് അല്ലേ. G എന്ന് പറയുന്ന 5% പെർസെൻറ്റേജിലൊക്കെയാണ്. അപ്പം 0.05 എന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത്. പക്ഷെ നമ്മൾ ഈ ഇക്വേഷന് മാത്രം എന്ന് വെച്ചാൽ D1 ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു 100+G, ഈ +G എഴുതുമ്പോൾ എത്രയാണോ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് ആ പെർസെൻറ്റേജ് അതുപോലെ എഴുതിയാൽ മതി. 5 ആണെങ്കിൽ 5, 10 ആണെങ്കിൽ 10, 8 ആണെങ്കിൽ 8. അതിൻ്റെ പെർസെൻറ്റേജ് മാറ്റമൊന്നും വേണ്ട, അതേപോലെ തന്നെ 5 എങ്കിൽ 5, 8 എങ്കിൽ 8, 10 എങ്കിൽ 10 അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ 5 ആയതുകൊണ്ട് 10 ഡിവൈഡ് ബൈ 95 ഇൻറ്റു 100+G ഇതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടുന്നത് 15.53 ആണ്. ദെൻ പിന്നെ ക്വസ്റ്റനിൽ പറയുന്നുണ്ട്, if the current market price of an equity share is ₹150, okay, current market അല്ലേ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് ₹150, കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലേ. മാർക്കറ്റ് പ്രൈസ് 150 ആണെങ്കിൽ എന്താ നമ്മളോട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ എഴുതുക, ഇഫ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ഇക്വിറ്റി ഷെയർ ഈസ് ₹150, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഏതാ, KE ഈസ് ഈക്വൽ ടു D ഡിവൈഡ് ബൈ MB ഇൻറ്റു 100+G. D എന്ന് പറയുന്ന 10 തന്നെയാണ്, MB ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ്, അത് 150 ആണ്, G 5 ആണ്. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക, 10 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 100+G. ഇവിടെ G എന്നുള്ളത് 5 എന്ന് തന്നെ എഴുതുക. നമ്മളിത് എന്ന് വെച്ചാൽ ഇവിടെ 10 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 100 നിങ്ങൾ ചെയ്യുക. 10 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 100 ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 5 കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് 11.67% കിട്ടുന്നു. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്.
അടുത്ത പ്രോബ്ലം നോക്കുക. ദ ഷെയർസ് ഓഫ് എ കമ്പനി ആർ സെല്ലിംഗ് ₹80 per share and the company had paid a dividend of ₹8 per share last year. The investors expect growth rate of 5% per year. ഇവിടെ പറയുന്നത് കാൽക്കുലേറ്റ് ദ ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ പിന്നെ പറയുന്നത് ഇഫ് ദ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈ 7% പെർ ഇയർ കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ഷെയർസ് ഓഫ് ദ കമ്പനി ആർ സെല്ലിംഗ് ഓഫ് ₹80 പെർ ഷെയർ അല്ലേ. കമ്പനിയുടെ ഷെയർ സെയിൽസ് നടത്തുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ സെയിൽസ് നടത്തുന്നത് ഒരു ഷെയറിന് 80 രൂപ വെച്ചാണ്. ദെൻ കമ്പനി ഹാഡ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് ₹8 പെർ ഷെയർ അറ്റ് ലാസ്റ്റ് ഇയർ. കമ്പനി കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയറിൽ ഡിവിഡൻഡ് കൊടുത്ത് 8 രൂപ വെച്ചാണ്, ഒരു ഷെയറിന് 8 രൂപ വെച്ചാണ് കൊടുത്തത്. ദ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് 5% പെർ ഇയർ. ഇൻവെസ്റ്റേഴ്സ് ഗ്രോത്ത് റേറ്റ് ആയിട്ട് 5% ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ഡിവിഡൻഡ് അല്ലേ. ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്ന് തന്നുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ആ രീതിയിൽ എഴുതണം. അപ്പോൾ ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ ഈ കറണ്ട് ഇയറിലെ ഡിവിഡൻഡെന്നോ അല്ലെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ D/MB അങ്ങനെ എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് തന്നിരിക്കുന്നത് ലാസ്റ്റ് ഇയർ ഡിവിഡൻഡാണ് തന്നിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്ന് പറയുന്നത് D0 ആണ്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് കറണ്ട് ഇയറിലെ ഡിവിഡൻഡാണ് വേണ്ടത്. അതാണ് D1 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. KE = D1/MB × 100 + G എന്ന് പറയുന്നത്. D1 കറണ്ട് ഇയർ ഡിവിഡൻഡ് ആണ് വേണ്ടത്. കറണ്ട് ഇയർ ഡിവിഡൻഡ് ആണെങ്കിൽ നമ്മൾ ഈ D0 അങ്ങനൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആ D ഡയറക്റ്റ് എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ D0 ആണ്. അതിന് നമുക്ക് D1 ആയിട്ട് മാറ്റണം. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കുക? D0 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കറണ്ട് പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 8 ആണ്. നമുക്കത് D1 ആയിട്ട് മാറ്റണം എന്ന് വെച്ചാൽ കറണ്ട് ഇയർ ഡിവിഡൻഡ് ആയിട്ട് മാറ്റണം. അതെങ്ങനെ മാറ്റുന്നത്? D0 × 1 + G. G എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5% എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? D0 × 1 + G. അതാണ് D1. ദാറ്റ് ഈസ് D0 8 × 1 + G. G എന്ന് പറയുന്ന 5% ആണ്. 5% നമുക്ക് പെർസെൻറ്റേജ് മാറ്റി 0.05 എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1 + 0.05 ദാറ്റ് ഈസ് 1.05 കിട്ടും. 1.05 × 8 ചെയ്യുമ്പോൾ നമുക്ക് 8.40 കിട്ടും. എന്ന് വെച്ചാൽ D1 = 8.4. നമുക്ക് D1 കിട്ടിയില്ല. ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. D1/MB × 100 + G. അപ്പം D1 എന്ന് പറഞ്ഞാൽ 8.4 ആണ്. 8.4/MB. MB മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 80 ആണ്. 80 × 100 + G. G എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പം നിങ്ങൾ ഇത് എഴുതുമ്പം ഇത് 8.40/80 × 100 കാണുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 5 കൂടെ കൂട്ടുക. അപ്പോൾ ഇത് 8.40/80 × 100 ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 5 കൂടെ കൂട്ടുക. അപ്പം നമുക്ക് 15.5 കിട്ടും. 15.5 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ കേസ് നോക്കുക. രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? രണ്ടാമത്തെ കേസ് ഇതാണ് പറയുന്നത്. ഇഫ് ദ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈസ് 7% പെർ ആനം. എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 7% ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഇതാണ്. KE കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് എഴുതുക. KE = D1/MB × 100 + G. ഇവിടെ ×100 ഉണ്ട്. × 100 + G ഇതാണ് ഇക്വേഷൻ അല്ലേ. D1/MB × 100 + G ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് മാർക്കറ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് = D1/KE - G. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. D1/KE - G. KE - G ആണ്. ഇനി ഇവിടെ നമ്മൾ D1, ഈ D1 എന്ന് പറയുന്നത് നേരത്തെ ക്വസ്റ്റ്യനിലെ D1 അല്ല. നേരത്തെ ക്വസ്റ്റ്യനിലെ D1 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 8.40 ആണ്. അതല്ല. കാരണം ഇവിടെ D1 കണ്ടുപിടിക്കാൻ നമ്മൾ D0 × 1 + G ചെയ്തിട്ടാണ് D1 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ G എന്ന് പറയുന്നത് 5% ആണ്. ഈ രണ്ടാമത്തെ കേസിലെ G എന്ന് പറയുന്നത് എത്രയാണ്? 7% ആണ്. അപ്പം നമ്മുടെ D1 മാറ്റം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? D1 കണ്ടുപിടിക്കുക. D1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയത്തില്ല. D0 × 1 + G അല്ലേ. അപ്പം D0 × 1 + G അല്ലേ. D1 = D0 × 1 + G. D0 എന്ന് പറയുന്നത് നേരത്തെ തന്നെ D0 ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണ് 8 ആണ്.
8 പ്ലസ് 1 പ്ലസ് ജി എന്ന് പറയുന്നത് 7% ആണ്. ഇവിടെ ജി എന്ന് പറയുന്നത് 7% അല്ലേ, ക്വസ്റ്റിനിൽ പറയുന്നതല്ലേ ഗ്രോത്ത് റേറ്റ് ഈസ് 7% എന്നാണ് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഗ്രോത്ത് റേറ്റ് 7% ആണ്. അത് നമ്മൾ പെർസെൻറ്റേജ് മാറ്റി കാണിക്കണം. അപ്പം 1 പ്ലസ് 0.07 എന്ന് പറഞ്ഞ് എഴുതുക. 1 പ്ലസ് 0.07. അപ്പോൾ നമുക്ക് 1 പ്ലസ് 0.07 കണ്ടുപിടിക്കുക. അത് ഇൻറ്റു 8. അത് ഇൻറ്റു 8 എന്ന് പറയുന്നത് 8.56 ആണ്. നമുക്ക് D1 കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ഈ D1 8.56 ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നത് എന്താ? തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? 15.5 ആണ് അല്ലേ? 15.5. 15.5 എന്ന് പറയുന്നത് നമ്മൾ പെർസെൻറ്റേജിൽ മാറ്റി എഴുതണം. 15.5% എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. പെർസെൻറ്റേജ് മാറ്റി എഴുതുമ്പോൾ എത്ര വരും? ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പം 0.155 മൈനസ് ജി എത്രയാണ്? 0.07. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 100.7 കിട്ടും. 100.7 എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ 100.7 ആണ്.